ചോദിക്കട്ടെ നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങേ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടലാക്കോടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ADGP MR അജിത്കുമാറുമായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിധം സംരക്ഷിക്കുന്നത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ടയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ. ഇവിടെ കേൾക്കുന്നത് എന്തിന് നിങ്ങളെന്തിനു ധൃതി കാണിക്കുന്നത്? ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അവരൊക്കെ CM ഓഫീസാണ്, CM ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിലപ്പുറം വേറൊന്നും പറയാൻ ആവർത്തിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നിരന്തരമായ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിർത്താം, നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ ഫോൺ ചോർത്തലിൻ്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ഉന്നയിച്ച കാര്യം പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാമല്ലോ. ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല. അത് സാധാരണ നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. അല്ല ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത്. അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല, കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറയും. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. സഖാവ് MM ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ്. അത്യുജ്വലമായ സമരപാരമ്പര്യം, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള, ദീർഘകാലം LDF കൺവീനറായിട്ടുള്ള, കേരളത്തിലാകെ അറിയപ്പെടുന്ന ആ നേതാവിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇനി പിന്നെ പറയാം. മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം നേരത്തെ സ്വീകരിച്ച നിലപാട് അതിൽ ഉറച്ചു നിൽക്കുന്നു. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മാത്രം നടപടിയെന്ന് അദ്ദേഹം പറയുന്നു. CPI അടക്കം മുന്നോട്ട് വെച്ച നിലപാടിനെ പ്രത്യക്ഷത്തിൽ തന്നെ തള്ളിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം.